കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യും. കഴിഞ്ഞ 3 വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഭാര്യ ഒരു ഭർത്താവിന് എതിരെ കൊടുത്ത വ്യാജമായ ആരോപണങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെലവിന് ഉള്ള ഒരു MC കേസും ആ കേസ് എങ്ങനെ നേരിടാം എന്നതിനെ കുറിച്ചിട്ട് അടുത്തുള്ള നിയമം അറിയാം എന്ന് വിചാരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയപ്പോൾ കിട്ടിയിട്ടുള്ള കുറേ നുണകളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സോ ഈ വീഡിയോ കാണുന്ന പല പുരുഷന്മാർക്കും ഇതേ സിറ്റുവേഷൻ തന്നെയായിരിക്കും അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുള്ളത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കെതിരെ നിങ്ങളുടെ ഭാര്യമാർ കൊടുത്തിട്ടുള്ളത് ഒരു വ്യാജമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടുള്ള നിങ്ങളുടെ വരുമാനം വ്യാജമായി ഉയർത്തിക്കൊണ്ടുള്ള ഒരു കേസ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെ എങ്ങനെ നേരിടാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ പറയുന്നത്. അതിൽ ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി കണ്ടുള്ള ഒരു പോയിന്റ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഞങ്ങളുടെ അടുത്തേക്ക് നീതി ലഭിക്കുവാനായിട്ട് ഒരു കേസായിട്ട് വരാം. പക്ഷേ ആ കേസിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ 100% സത്യസന്ധമാണ് എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നീതി ലഭിക്കുകയുള്ളൂ എന്ന് കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നുണകളാണ് എന്നുണ്ടെങ്കിൽ 0 അലവൻസ് ആണ് നിങ്ങൾക്ക് ലഭിക്കുക. എന്ന് പറയുകയാണെങ്കിൽ യാതൊരു വിധത്തിലുള്ള പൈസയും ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച് തരുവാനായിട്ട് കോടതി തയ്യാറാവില്ല എന്ന് കൃത്യമായി തന്നെ നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു വിധി നിങ്ങൾക്ക് തീർച്ചയായും ഉപയോഗിക്കാം. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഈ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരമാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഈ കാര്യം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോടതിയിൽ അറിയിക്കാനായിട്ട് പറ്റും. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജുഗൽ റൈറ്റ്സ് അല്ലെങ്കിൽ RCR എന്ന് പറയുന്ന ഒരു കേസാണ് നിങ്ങൾ കോടതിയിൽ ഫയൽ ചെയ്യേണ്ടത്. അങ്ങനെ ഫയൽ ചെയ്തപ്പോൾ കോടതിക്ക് ഈ ഭാര്യ സ്വന്തം ഇഷ്ടപ്രകാരം പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഇറങ്ങിപ്പോയിട്ടുള്ളതാണ് എന്ന് മനസ്സിലാവുകയാണ് എന്നുണ്ടെങ്കിൽ ചെലവിന് കൊടുക്കണ്ട എന്ന് കൃത്യമായി അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഭാര്യയ്ക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിവാഹേതര ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ചെലവിന് പൈസ കൊടുക്കാതെ നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുമെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഭർത്താവിൻ്റെയും ഭാര്യയുടെയും സോഷ്യൽ സ്റ്റാറ്റസ് വിവാഹത്തിന് മുമ്പും വിവാഹ സമയത്തും വിവാഹത്തിന് ശേഷവും ഒരേപോലെ തന്നെയാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലും ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണ്ട എന്ന് തന്നെയാണ് കോടതി വിധി. ഈ പറയുന്ന ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കോടതിയിൽ തെളിയിക്കുവാനായി പറ്റുകയാണ് എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കാതെ നമുക്ക് ഈ കേസ് രക്ഷപ്പെടുത്തുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. പലപ്പോഴും ഭർത്താക്കന്മാരെ എന്ത് ചെയ്യുന്നു? ഭാര്യ ഒരു കേസ് കൊടുക്കുമ്പോൾ കോടതിയിൽ പോവാതിരിക്കുകയും കോടതിയുടെ നടപടിക്രമങ്ങളുമായി സഹകരിക്കാതിരിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പല കേസുകളിലും പുരുഷന്മാർ കേസുകളിൽ പരാജയപ്പെട്ടു പോകാനായിട്ടുള്ള ഒരു കാരണം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ കൃത്യമായി കോടതി നടപടിക്രമങ്ങൾ പാലിച്ചു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? കേസ് വളരെ ഈസി ആയിട്ട് ജയിച്ച് പോകുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പോൾ ചെലവിന് ഒരു കേസ് കൊടുക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ നമ്മുടെ BNSS 144 എന്ന് പറയുന്ന ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കതെല്ലാം കാണാനായിട്ട് പറ്റും. നമ്മളിപ്പോൾ ജനറൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. ക്ലിയർ ആയാലും സോ ഈ ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. അടുത്ത വീഡിയോയിൽ എന്താണ് RCR, എങ്ങനെയാണ് RCR ഫയൽ ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാം. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.